ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കത്രിക്ക വറുത്തത് ഉണ്ടാക്കിയെടുക്കാം. കൂടെ ഞാനിച്ചിരി കോവയ്ക്കായും വറുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കത്രിക്ക ഞാൻ ഇതൊരു 2-3 മണിക്കൂറിന് മുൻപ് മുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ശകലം കോൺഫ്ലവറും കൂടി നന്നായിട്ട് മീൻ വറുക്കാൻ പറ്റുന്ന പോലെ മിക്സ് ആക്കിയിട്ട് അതിൽ മുക്കി വെച്ചിരിക്കുന്നതായത്. കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറേ വെള്ളം ഊർന്നിറങ്ങിപ്പോവും. അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് വറുക്കാൻ. അപ്പം പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കോവയ്ക്കായി ഞാൻ എല്ലാം പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇതിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് മാത്രം ഇട്ട് പുരട്ടി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് രണ്ടും വറുക്കാം. അതിൻ്റെ കൂടെ ഇച്ചിരി പച്ചമുളകും ഒക്കെ വറുക്കാം. ചോറിനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പം നമുക്ക് അതെങ്ങനെ വറുക്കുന്നത് നോക്കാം. ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് വലിയ സൈസ് കത്തിരിക്കായ കേട്ടോ. കത്തിരിക്കായ മറ്റേ വഴുതനങ്ങായ വലുത്. അപ്പം ഒരു മീഡിയം തീയിലിട്ട് വേണം വറുത്തെടുക്കാൻ, എന്നാലും നല്ലപോലെ പൊള്ളി കിട്ടുള്ളൂ. നമുക്ക് എല്ലാം ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കത്തിരിക്ക നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. കേട്ടോ, നല്ല പപ്പടം പോലെ പൊള്ളി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന സംഭവം കേട്ടോ. നമുക്കിത് കോരിയെടുക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് വറുത്ത് പോരാം. അപ്പോൾ നമ്മുടെ കത്തിരിക്ക വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കോവയ്ക്കായും കൂടെ വറുത്തെടുക്കാം. ഇത് ഞങ്ങളുടെ ഇവിടെയൊക്കെ കല്യാണ സദ്യക്ക് ഇപ്പം ഒരുവിധം എല്ലാ സ്ഥലങ്ങളിൽ ചെന്നാലും ഇങ്ങനെ ഉപ്പേരി പോലെ ഇതും ഒരു ഇലയുടെ അറ്റത്തുണ്ടാവും കേട്ടോ. ഭയങ്കര രസമാണ് ഇത് കഴിക്കാൻ. ഉപ്പേരി പോലെ തന്നെ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയും കോവയ്ക്കായും പച്ചമുളകും എല്ലാം വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഉണ്ണാൻ ഒരു അടിപൊളി സാധനമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.